ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മൂലക്കളം എത്തിയിരിക്കുകയാണ്. അപ്പോൾ കളം പൊളിച്ചെഴുതണം. നമ്മളെന്തായാലും 2-3 ദിവസം സിറ്റ് ഔട്ടിലാണ് കളം ഇട്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വെയിൽ വന്ന സ്ഥിതിക്ക് മുറ്റത്തോട്ട് കളം ഇറക്കുകയാണ്. ഇനി കളം നനയാതെ നോക്കണം. കാരണം മൂലം, പുരാട, ഉത്രാടം, തിരുവോണം 4 ദിവസം മാത്രം ഇനി നമ്മുടെ മുന്നിൽ. അപ്പോൾ കിട്ടിയ പൂക്കളൊക്കെ നുള്ളിപ്പറിച്ചുകൊണ്ട് ശ്രീലാൽ വരുമ്പോഴത്തേക്ക് എനിക്ക് കളം പൊളിച്ചെഴുതുന്ന പരിപാടി അവിടെ തകർത്ത് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങി കളം നിറച്ച് പൂടാനാണ് തീരുമാനിച്ചേക്കുന്നത്. വെറുതെ ഒരു ഷോ അല്ല, കളം നിറച്ച് പൂ. അങ്ങനെ എന്തായാലും പൂ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തലയും കുത്തി മണ്ണ് ടെസ്റ്റ് ചെയ്തു. അത് പിന്നെ നമുക്കൊരു സ്വാഭാവികം. അങ്ങനെ എന്തായാലും വേണ്ടില്ല. കളമൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തതുപോലെ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കയ്യിൽ കിട്ടിയ പച്ചയും മഞ്ഞയും ചോപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കിട്ടിയ പോലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ലതാണോ ഇല്ലയോ നിങ്ങൾ കണ്ടിട്ട് പറയാം. അപ്പോൾ നമ്മുടെ മൂലക്കളം വന്നു, വെയിലും വന്നു. ഇനി നമുക്ക് അങ്ങോട്ട് നമ്മുടെ കളം സ്ഥിരമായിട്ട് നിറയെ കളം ഫില്ല് ചെയ്ത് പൂടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തൃക്കാക്കരപ്പനെ വെക്കാനുള്ള കളം ശ്രീലാൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 കൊല്ലം കൊണ്ട് അങ്ങേര് ഉണ്ടാക്കുന്നുണ്ട്. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഈ കൊല്ലമെങ്കിലും ഉണ്ടാക്കി ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാൻ എൻ്റെ ഡിസൈൻ ഇങ്ങനെ വർത്താനവും പറഞ്ഞ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികളിലേക്ക് കിടക്കാൻ. വീട്ടിലെ പണികളൊക്കെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതെ, നമ്മുടെ ഈ അവസാനത്തെ ലെയറും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇല്ല, ഈ അവിടുന്ന് ഇവിടുന്നും പറിച്ചുകൊണ്ട് വന്ന കുറച്ച് പൂക്കളോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ ഈ നടുക്കൊരു സാധനം വെച്ചേക്കുന്നുണ്ടോ, മുക്കൂറ്റി വെച്ചേക്കുന്ന ഒരു മൺകൂന, അത് മണ്ണല്ല, ശരിക്കും ചാണകമാണ്. അതിനെ ആരുഷ് എന്നോട് ചോദിച്ചു, ഇതെന്താമേ സാധനം എന്ന് ചോദിച്ചു. കുഞ്ഞിൻ്റെ അറിവുകേട് എന്ന് വെച്ചിട്ട് ഞാൻ എനിക്കറിയാമെന്ന് പറഞ്ഞു കൊടുത്തു. തൃക്കാക്കര അപ്പൂപ്പൻ. ഇപ്പോൾ കൊച്ചതിനെ അപ്പൂപ്പ എന്ന് വിളിച്ചുകൊണ്ട് നടക്കണേ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മുടെ കളം നമ്മളിങ്ങനെയൊക്കെ എന്തായാലും റെഡിയാക്കി സെറ്റാക്കി നല്ല കളറാക്കി പവറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള കളങ്ങളും ഇതുപോലെ തന്നെ പവറാകുമെന്ന് വിശ്വസിക്കുന്നു.